ഹായ് ഗൈസ്, ബിഗ് ബോസ് സീസൺ 6 44ാമത്തെ ദിവസം. അപ്പോൾ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ശ്രീതു ആണല്ലേ. അപ്പം ശ്രീതുവിൻ്റെ കുറച്ച് ഭരണങ്ങളും ആ ഒരു സംഭവങ്ങളാണ് ഇപ്പം തുടങ്ങുന്നത്. അപ്പോൾ രാവിലെ തന്നെ ജിൻഡോ ആണല്ലോ ക്യാപ്റ്റൻ, കിച്ചൺ ക്യാപ്റ്റന് ജിൻഡോ ആണ്. അപ്പം ജിൻഡോ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ശ്രീതു പരാതി പറയാണ്. അത് അവിടെ രാവിലെ ആരും എണീറ്റ് വന്നിട്ട് കട്ടനിടയാ ഒന്നും ചെയ്തില്ല. അപ്പോൾ അത് വന്നിട്ട് അതിൻ്റെ ഗൗരവമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രീതു വന്നിട്ട് ജിൻഡോ അടുത്ത് തുടങ്ങി. ജിൻഡു വാഷ്റൂമിൻ്റെ ആ ഭാഗത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ ആരും എണീക്കാത്തതുകൊണ്ട് ജിൻഡോ അടുത്ത് വന്നിട്ട് ശ്രീതു പറയുന്നതാണ്, അതായത് ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ ക്യാപ്റ്റൻ അല്ലേ, കിച്ചൺ ക്യാപ്റ്റൻ അല്ലേ, ചേട്ടൻ ബാക്കിയുള്ളവരടുത്ത് പറയല്ലോ, ചേട്ടൻ ചെയ്യണ്ട, ബാക്കിയുള്ളവരടുത്ത് പറയാമല്ലോ, നേരത്തെ എണീക്കണം, കട്ടനിടണം എന്നുള്ള കാര്യം. ജിൻഡു ആണെങ്കിൽ മൂത്രമൊഴിച്ചോളാൻ വയ്യാതെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ ഇത് പോയി അവിടെ പറയുമ്പോൾ ഞാൻ അവിടെ വന്നാൽ മുള്ളിപ്പോവും, എനിക്കിപ്പോൾ പറയാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡു മുട്ടി നിൽക്കുകയാണ്. അതായത് പൊയ്ക്കോളാൻ വയ്യ, ആ ഒരു കാര്യത്തിൽ വെയിറ്റ് ചെയ്ത് ആ ഒരു ഫ്രസ്ട്രേഷനിൽ ജിൻഡു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ ജിൻഡു പറഞ്ഞുകൊണ്ട് ജിൻഡു ഇങ്ങനെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ റിപ്പീറ്റ് മോഡിലാണ് പറയണ എന്നിട്ട് ശ്രീതു അങ്ങനെ പറഞ്ഞിട്ട് ശ്രീതു നേരെ അടുക്കളയിൽ പോയിട്ട്, അടുക്കളയിൽ ആരുണ്ട്, നമ്മൾ അൻസിബുണ്ട്. അൻസിബെ ഈ ഒരു കിച്ചൺ ടീമിലുള്ളതാണ്. അപ്പോൾ അൻസിബ എടുത്ത് കാര്യം പറയാണ്, ജിൻഡോ ചേട്ടൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല, അവരറിഞ്ഞില്ല. ജിൻഡോ ചേട്ടൻ ഞാൻ ക്യാപ്റ്റനിൽ നിന്ന് മാറ്റുകയാണ്, നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഈ ഒരു കാര്യം, മറ്റേ എന്തോണം നേരത്തെ എണീക്കണം എന്നുള്ളൊരു കാര്യം. ഞാൻ പറഞ്ഞു ചേട്ടാ ചെയ്യണ്ട, പക്ഷേ ചേട്ടൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടും ജിൻഡോ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങ് വന്നാൽ മുള്ളിപ്പോവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് അൻസിബ എടുത്ത് ഇങ്ങനെ ശ്രീതു പറയണം. ജാസ്മിൻ പനിയായിട്ട് കിടക്കണല്ലോ, ജാസ്മിനും ആ കിച്ചൻ്റെ അതിന് എന്തോ ഡ്യൂട്ടി കാണുമായിരിക്കും. ജാസ്മിന് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അതും ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അടുത്ത് ശ്രീരേഖ എടുത്ത് അങ്ങോട്ടേ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് ശ്രീതു. അപ്പം ശ്രീരേഖ എടുത്തും പറയുന്നുണ്ട്, ഈ അൻസിബ എടുത്ത് വരുന്നതിന് മുമ്പ് ശ്രീതു അവിടെയും ശ്രീരേഖ അടുത്തും പോയിട്ട് ഇങ്ങനെ കാര്യം പറയുന്നുണ്ട്, എനിക്ക് ജിൻഡോ പറഞ്ഞില്ല എന്നുള്ള. അപ്പം ശ്രീതു പറഞ്ഞു ഈ ക്യാപ്റ്റൻ മാറ്റി വേറെ ആരെങ്കിലും ഇടും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അൻസിബ എടുത്ത് ഈ ഒരു കാര്യം പറയാനായിട്ട് പോയപ്പോഴാണ് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ ക്യാപ്റ്റനെ മാറ്റുകയാണ്. അപ്പം അൻസിബയും പറഞ്ഞു സിബിനെ ഇടാനോ അങ്ങനെ എന്തോ അൻസിബയും പറഞ്ഞു. ജാസ്മിൻ ഇപ്പോൾ പനി കൂടി, ജാസ്മിൻ കിടപ്പിലാണ്. അപ്പം ജാസ്മിനെ മെഡിക്കൽ റൂമിലോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ജബ്രി ഓടി അവളെ കൊണ്ട് അങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സിബിനും ജിൻഡോയും കിച്ചൻ്റെ അവിടെ വന്നു. അപ്പം ശ്രീതുവും വന്ന് എന്താണ് പുതിയ ക്യാപ്റ്റനെ ആക്കിയാണ്, പഴയ ക്യാപ്റ്റനായ ജിൻഡോയെ മാറ്റിയാണെന്ന് അവതരിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവതരിപ്പിച്ച് എന്താണ് പഴയ നിങ്ങളെ ക്യാപ്റ്റൻ മാറ്റി സിബിനെ ആക്കിയാണ്. അപ്പോൾ സിബിൻ പറഞ്ഞ് ഞാൻ ഓക്കെ അല്ല, മറ്റേ ഒരു ലാലേട്ടൻ എടുത്തിട്ട് കുടഞ്ഞതിൻ്റെ കുറേ കാര്യങ്ങൾ അതാക്കിയല്ല, ആ ഒരു കാര്യത്തിൻ്റെ ഇതിൽ പുള്ളിക്കാരൻ ഡൗൺ ആണ്, ഞാൻ ഓക്കെ ആയിട്ടില്ല, എനിക്ക് വയ്യ ഇതൊക്കെ ഏറ്റെടുക്കാൻ എന്ന് പറഞ്ഞ് ശ്രീതുവിൻ്റെ സിബിൻ പറഞ്ഞു. ജിൻഡോ പറഞ്ഞു എനിക്ക് ക്യാപ്റ്റൻ ആവേണ്ടത്. ജിൻഡോ ആദ്യം ഒന്ന് ഇതായി, അത് പെട്ടെന്ന് മാറ്റി എന്നുള്ള ആ ഒരു ഫീൽ മുഖത്തുണ്ടായിരുന്നു. എന്നാലും മാറ്റി വെച്ചിട്ട് പറഞ്ഞു എനിക്ക് ക്യാപ്റ്റൻ ആവണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അൻസിബയും കൂടെ വയ്ക്കുകയാണ്. അപ്പോൾ അൻസിബ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പം ആരും ഏറ്റെടുക്കത്തില്ല. അങ്ങനെ ശ്രീതു പറഞ്ഞു നിങ്ങളാരെങ്കിലും സംസാരിച്ചൊരു തീരുമാനത്തിലെത്ത്, രാവിലെ എണീറ്റിട്ട് ഈ ഒരു എന്താണ് കട്ടനിടാനും ആ ഒരു അങ്ങനെയൊക്കെ ഒരു സംഭവമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അൻസിബ അങ്ങോട്ട് ഏറ്റെടുത്ത്. അൻസിബ പറഞ്ഞു ഞാൻ ഇതാക്കിയോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അൻസിബയാണ് ക്യാപ്റ്റൻ എന്നല്ല, ക്യാപ്റ്റൻ എന്നൊരു പേരില്ല, പക്ഷേ എല്ലാത്തിനും റെസ്പോൺസിബിളായിട്ട് അങ്ങനെ നിൽക്കുന്നത് അൻസിബയാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മറ്റേ അഭിഷേകം നന്ദനയും കൂടെ ആരടുത്ത് ഈ ടിഷ്യൂ എവിടെ ഇടുന്നതിൻ്റെ ഒരു കാര്യം ഇങ്ങനെ ചോദിച്ചു. ആരടുത്ത് ഈ ക്യാപ്റ്റൻ ഇവളാണെന്നുകൊണ്ട് ചോദിച്ച് ഇവള് ഈ ക്യാപ്റ്റനായിട്ട് ഓരോന്നിങ്ങനെ കാണിക്കുന്ന ഈ ജിൻഡോയ്ക്ക് ഇതാക്കുന്നില്ല കേട്ടോ. ജിൻഡോയ്ക്ക് ഇതൊന്നും കാണുമ്പോൾ ഒന്നും ദഹിക്കുന്നില്ല അങ്ങനെ. അപ്പം ജിൻഡോ പറഞ്ഞു ആ ഒരു ടിഷ്യൂ നമുക്ക് എവിടെ ഇടാം, അല്ല നിലത്തിടുന്നല്ല, അല്ല ഒതുക്കി എവിടെ ഇടും, വേസ്റ്റ് പിന്നുണ്ട്, ആ ഒരു കാര്യത്തിന് ഇതായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക് പറഞ്ഞേട്ടാ. അപ്പോൾ ഈ ജിൻഡോ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ റസ്മിന് നിങ്ങൾ ക്യാപ്റ്റനായതിൻ്റെ ആ ഒരു ദിവസം ഫസ്റ്റ് റസ്മിന് അതിൻ്റെ ആ യൂസ് ചെയ്ത ടിഷ്യൂ അതിൻ്റെ പുറത്ത് പബ്ലിക്കായിട്ട് അവിടെ ഇട്ടല്ലോ, അപ്പോൾ അത് നിങ്ങളെന്ത് പണിഷ്മെൻറ്റ് കൊടുക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഈ ശ്രീതു ഞാനല്ല ക്യാപ്റ്റൻ, ഞാൻ എന്തിനാണ് പണിഷ്മെൻറ്റോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഞാൻ തീരുമാനിക്കും അതും പറഞ്ഞുകൊണ്ട് ജിൻഡോ അടുത്ത് ഇതാക്കി. ജിൻഡോ ആദ്യം ഒന്ന് ഇതാക്കി ജിൻഡോ പിടിച്ചു തന്നെ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കാണിക്കാമല്ലോ, നിങ്ങൾ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ
അമ്മക്കും എല്ലാവർക്കും കാണിക്കും. ക്യാപ്റ്റനായ പണിഷ്മെൻറ്റ് കൊടുക്കണം. നിങ്ങൾ എൻ്റെ അടുത്ത് തട്ടിക്കയറാൻ വരണ്ട. നിങ്ങൾ കൂളാവും. ക്യാപ്റ്റൻ ഞാനാണ്, ഞാൻ ഇതാക്കിക്കോളാം. അവർ എൻ്റെ അടുത്തല്ലേ കാര്യങ്ങളങ്ങനെ ചോദിക്കാൻ വന്നത്, നിങ്ങളുടെ അടുത്തല്ലല്ല. നിങ്ങൾ കൂളാവും എന്ന് പറഞ്ഞിട്ട് ജിൻഡോയെ താറ്റിയിട്ട് പോയി. ജിൻഡോ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജസ്മിന് കാണിച്ച് എന്താണ് പണിഷ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമുക്കും കാണിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ജിൻഡോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അടി, ഈ ജിൻഡോയും ശ്രീതും അടി ഹാളിലാണ് നടക്കുന്നുണ്ട്. അപ്പോൾ ഹാളിൽ ശരണ്യുണ്ട്, മറ്റേ ഋഷിയുണ്ട്. അവരുടെ അടുത്തൊക്കെ പോയിട്ട് പറയാണ്, ഈ ജിൻഡോ പറയാണ് ഈ ക്യാപ്റ്റൻ ആ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ ചോദിക്കും, നമുക്ക് ചോദിക്കാനുള്ള അവകാശം പറഞ്ഞിട്ട് എല്ലായിടത്തും ഇങ്ങനെ ജിൻഡോ പറയാണ്. പിന്നെ അകത്ത് മറ്റേ അവൻ മെഡിക്കൽ റൂമിലോട്ട് ജാസ്മിൻ പോയിട്ട് വന്നിട്ട് പിന്നെ അവൻ സ്നേഹപ്രകടനം കൊണ്ട് മടി കിടത്തിയിട്ട് വീശറിയിട്ട് ആട്ടിക്കൊടുക്കുന്ന ജബ്രി ജാസ്മിന് അതൊരറ്റത്ത് കിടക്കുന്നു. പിന്നെ അപ്പോൾ മറ്റേ കിച്ചണിൽ മറ്റേ ഇവന് ഡ്യൂട്ടി ഉണ്ടല്ലോ, ആർക്ക് നമ്മളെ സിബിനും ഡ്യൂട്ടി. സിബ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ശ്രീതു ഒന്ന് ചോദിക്കുന്നത് ഓക്കെ ആയോ അണ്ണാ ഓക്കെ ആയോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നു. ഇത് വെച്ച് ഓക്കെ ആയോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയണമെന്ന് വെച്ചു. അപ്പോൾ സിബിൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മെഡിക്കലിലോട്ട് പോകണം, എനിക്ക് എന്തോ അത് മെൻ്റലി ഡൗൺ ആയതുകൊണ്ട് അങ്ങോട്ട് പോകണം, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫെബ്രുവരി ജാസ്മിൻ്റെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് സിബിൻ അവിടെ പോയപ്പോൾ റസ്മിൻ ചോദിച്ച് ഓക്കെ അല്ലേ, ഓക്കെ ആവും തോന്നുന്നുണ്ട്, ഓക്കെ ആവുമായിരിക്കും, പക്ഷേ എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടെന്ന് സിബിൻ പറഞ്ഞു. അപ്പം അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം, ശ്രീരേഖ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ശ്രീരേഖ എടുത്തൊരു ചെറിയൊരു ഇതുണ്ട്, ഒരു കാര്യമുണ്ട് എനിക്ക്. അപ്പം മെൻറ്റർ പോലെ അല്ല, ഒരു എന്തുവാണ്, ഒരു തലയ്ക്ക് മൊത്ത ആൾ ഒരു അഡ്വൈസ് ചോദിക്കുക, ആ ഒരു സംഭവം. അപ്പം ശ്രീരേഖ എടുത്ത് വെച്ച്, അപ്പം നീ ഉറങ്ങിയോ എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ആയോ ചോദിച്ചപ്പോൾ എൻ്റെ ചെവിയിൽ നീ പോ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഓക്കെ ആയിട്ടില്ല, എൻ്റെ മൈൻഡ് ഒരുമാതിരി ഇരിക്കുകയാണ്. പിന്നെ ഞാൻ എന്നെപ്പറ്റി എല്ലാവരും ഇവിടെ പറയുന്നത്, എന്നെ കുറ്റം പറയുന്ന പോലെ എനിക്ക് എൻ്റെ ചെവി വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരേഖ പറഞ്ഞു നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതാണ്, നീ ഇവിടെ നിൽക്കണം, നീ വന്നപ്പോൾ എനിക്ക് തിരിച്ച് എൻ്റെ മൈൻഡ് അങ്ങേറ്റവും ഡൗൺ ആയിട്ട് കുറച്ചിപ്പോൾ കയറി വന്നൊരു സമയമാണിത്. അപ്പോൾ ഈ ഒരു സമയത്ത് നീ കയറി വന്നത് കൊണ്ട് എനിക്ക് വളരെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ നിനക്ക് ഏറ്റവും ലാസ്റ്റ് മറ്റേ ടോപ്പ് 5 സുഖമായിട്ട് എത്താൻ പറ്റുന്ന കാലിബറുള്ള ഒരു ഗെയിമറാണ് നീ, പ്ലെയറാണ് നീ, അതുകൊണ്ട് നീ നല്ലതായിട്ടിരിക്കും. അപ്പം ബിഗ് ബോസ് മറ്റേ കൺവെൻഷൻ റൂമിൽ വിളിച്ച് മറ്റേ മെഡിക്കൽ റൂമിലോട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ടാസ്ക്കാണ് വന്നത്. അതായത് ഇവിടെ ഉള്ള ഓരോരുത്തരെയും പറ്റിയും ഇല്ലാത്തത് ഉണ്ടാക്കി പറയണം, അത് നുണ പറയണം. ഇപ്പോൾ അഴുക്ക ആളാണെങ്കിൽ അദ്ദേഹത്തിനെ പോലൊരു നല്ല ആൾ ഇവിടെ ഉണ്ടോ, ആ ഒരു ലൈനിലുള്ള ഒരു ടാസ്ക് എല്ലാവരും പറയണം. അപ്പോൾ ഈ റസ്മിനൊക്കെ ജിൻഡോയൊക്കെ പറഞ്ഞു കേൾക്കണം, ഏതൊരു ആ വ്യക്തിയുടെ നല്ല മറ്റേ മോശം അവസ്ഥയിലും നല്ലോണം ബിഹേവ് ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങേയറ്റം താറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്രാവശ്യം ഗബ്രിക്ക് അപ്സര എടുത്തൊരു ചെറിയൊരു അവൻ്റെ ടീമിലൊക്കെ ആയതുകൊണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അപ്പോൾ ആ ഒരു സംഭവത്തിൽ റിലേറ്റ് ചെയ്ത് എന്ത് നരിക്ക ആളാണ് ഈ അപ്സര, എന്ത് കാണാനൊട്ടും കൊള്ളത്തില്ല, ഡ്രസ്സ് നല്ലപോലെ ചെയ്യൂല, പിന്നെ പറഞ്ഞ അപ്സര ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ ടാസ്കുകളായിരുന്നു. ഇങ്ങനത്തെ കുറേ എല്ലാവരും അവരെ പറ്റി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഏറ്റവും ഇതാക്കി എനിക്ക് തോന്നിയതാണ് ഞാൻ ഇവർ രണ്ടുപേരും പറഞ്ഞത്. ശ്രീതു നല്ലപോലെ ഒരാളെ പറ്റി നല്ലപോലെ പുകഴ്ത്തി പറഞ്ഞു കേട്ടോ, ഇല്ലാത്തത് ഗബ്രിയെ പറ്റി. എല്ലാം നല്ല സാധനമാണ് അടിച്ചത്. ആര് പറഞ്ഞാലും റിപ്ലൈ നല്ലപോലെ കൊടുക്കാതെ തലയാട്ടി പോവും, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രിയെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞു. ഇപ്പം അവങ്ങനെ കേട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഹാലിൽ ജിൻഡോയും അഭിഷേകും സിബിനും നന്ദരയും കൂടെ ഇരുന്നിട്ട് വേറെ വേറെ കാര്യങ്ങൾ പറയണം. അപ്പോൾ ജിൻഡോ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു പേപ്പർ അത് അപ്സര ചോദിച്ച്, ആ പേപ്പർ എനിക്ക് തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എന്തെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വെറുതെ എഴുതി കളിക്കാനാണ് എന്ന് അപ്സര പറഞ്ഞത്. അപ്സര ഇതിനെനിക്ക് മറുപടി തരണം. അപ്സരനെ ഇൻസൾട്ട് ചെയ്ത് അപ്സരയ്ക്ക് അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ അപ്സര അടുത്ത് ചോദിക്കണം. പവർ ടീമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കോർട്ട് റൂമിൽ വരണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കോർട്ട് റൂമിൽ വരണമെങ്കിൽ നിങ്ങൾ പവർ ടീമിൻ്റെ പറയണമെന്ന് പറഞ്ഞ് സിബിനും പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അപ്സരയും റസ്മിനും ആണെന്ന് തോന്നുന്നു. അതാ ജാസ്മിനാണെന്നും അറിയാൻ വയ്യ.
ഇവർ രണ്ടുപേരും മൈക്കില്ലാതെ ഷീറ്റ് കൂടി കെട്ടിപ്പിടിച്ചാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ കിടക്കുമ്പം ആർക്കും എന്താണ് സംസാരിക്കാൻ പറ്റുന്നത് നമുക്ക് അറിഞ്ഞുകൂടല്ലേ. അവരെ ബുദ്ധിയാണ്, അതൊന്നും ഇവിടെ നടക്കത്തില്ല, അവർ ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കുകയാണ് എന്നും പറഞ്ഞു ചിൻറ്റു ഇങ്ങനെ പറയണം. എന്നിട്ട് ചിൻറ്റു ഇങ്ങനെ പറഞ്ഞപ്പോൾ അതും പറഞ്ഞ് പിന്നെ ചിൻറ്റു പറഞ്ഞ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ ഇങ്ങനെ ഇല്ല ഇവിടെ അല്ലാതെ പറയും, നമുക്ക് രഹസ്യമായിട്ട് പറഞ്ഞൂടെ എന്നാണ് ചിൻറ്റു പറഞ്ഞത്. അപ്പോൾ സിബിൻ പറഞ്ഞു എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യെന്ന്. ചിൻറ്റു മറ്റേ ആളാണെന്ന് ഉദ്ദേശിച്ച് കളിയാക്കിയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറെ എന്തോ രഹസ്യം ഇങ്ങനെ പറയാൻ പോയാൽ പറഞ്ഞു നിങ്ങൾ എന്നെ ഇത് പറയാമെന്നാണോ ഉമ്മ വയ്ക്കാമെന്നാണ്. അപ്പോഴും ജിൻറ്റോയെ മറ്റേ ഇതിലിങ്ങനെ ആക്കി കേട്ടാ. ജിൻറ്റോയും ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സായി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിബിനും സായിയും കൂടെ വെളിയിൽ പോയിട്ട് പിന്നെ പറയണം ഈ ജിൻറ്റോയ്ക്ക് എന്തുവേണം ഇവിടെ പറയാം, ജിൻറ്റോ എന്ത് പറഞ്ഞാലും വർക്കാവും. രണ്ടുപേരും ഇങ്ങനെ പരസ്പരം എന്ന് പറയണം. അപ്പോൾ ഈ സിബിൻ അവൻ്റെ കൂടെ നിന്നിട്ടും ഗെയിം കളിക്കണം ആ ഒരു മൈൻഡിലാണ്. അതാണല്ലേ ഈ ഒരു ഗെയിം. അപ്പോൾ ജിൻറ്റോ എന്താ പറഞ്ഞാലും നമ്മൾ കൂടെ ബാക്കിൽ നിന്ന് പിടിക്കാതിരുന്നാൽ മതി. ജിൻറ്റോ എന്ത് പറഞ്ഞാലും ഇതാവും. റസ്മിനെ ബാക്കിൽ നിന്ന് അടിക്കണം, അങ്ങനെ ചെയ്താലേ എല്ലാം സെറ്റാവുള്ളൂ. പക്ഷെ ജിൻറ്റോ തിരിച്ചു അടിക്കും. അപ്പോൾ തിരിച്ചടിക്കുമ്പോൾ നമ്മൾ മൈൻഡ് പറഞ്ഞിട്ട് സിബിനും അവരോട് എങ്ങനെ ഇരുന്ന് പറയണം, ഭാവി കാര്യങ്ങൾ എങ്ങനെ പറയണം. ആര് സിബിനും സായും ഇരുന്ന് നന്ദനയുടെ അടുത്തും അഭിഷേകിൻ്റെ അടുത്തും കൂടെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് നല്ല സാധനങ്ങളുണ്ട് ഇറക്കാനായിട്ട് ജിൻറ്റോ പറയാണ്. ഞാൻ ഓരോ ആഴ്ചത്തേക്കായിട്ട് ഞാൻ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ബിഗ് ബോസ് നേരത്തെ സിബിൻ പോയി ചോദിച്ചല്ല ഒരു മെഡിക്കൽ റൂമിലോട്ട് പോകണം കാര്യമൊക്കെ ചോദിച്ച് ബിഗ് ബോസ് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു വിട്ടാണ്. അപ്പോൾ ഇപ്പം ഒന്നുകൂടെ ബിഗ് ബോസ് അകത്ത് വിളിച്ചിട്ട് മെഡിക്കൽ റൂമിലോട്ട്, അതായത് ഈ വീട്ടിൽ നിന്ന് കുറച്ച് കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തി പുറം ലോകമായിട്ട് അങ്ങനെ എന്തോ റിലേറ്റ് ആയിരിക്കും മാറ്റാനായിട്ട് അങ്ങനെ സിബിനെ കൊണ്ടുപോയി. സിബിൻ പോയ അനൗൺസ് ചെയ്ത ആ ഒരു സമയത്ത് അവിടെ ജാസ്മിൻ്റെ റൂമിൽ നിന്ന് വിളിക്കും. ജാസ്മിൻ ശബ്ദിക്കാൻ എപ്പോഴും ഭയങ്കരമായിട്ട് ഓടിയിട്ട് ബാക്കിയുള്ളവർ കൂടെ ഓടുന്നു, കവറെടുത്ത് കൊടുത്തെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ജാസ്മിനെ ഛർദ്ദിച്ച് കാണുമായിരിക്കും. വലിയ കാര്യത്തിൽ ഓടിപ്പോയാണ്, ഛർദ്ദിച്ചതുമില്ല. അപ്പം വെള്ളം കുടിച്ചപ്പോൾ ഓക്കെ. അങ്ങനെ ഗബ്രിയും റസ്മിനും കൂടെ ഇങ്ങനെ പരിചരിക്കാനായിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞു അസുഖമുള്ളവരുമായിട്ട് നിങ്ങൾ കൂടുതൽ അടുക്കണ്ട, മാറി പൊക്കിയുള്ളൂ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ക്യാപ്റ്റൻ പരിചരിക്കും എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ബാക്കി ഇവർക്കും കൂടെ അവർക്ക് കൂടുതലായിട്ടായ എല്ലാവർക്കും കൂടെ ബിഗ് ബോസ് തന്നെ നോക്കണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും ആ ഒരു കാര്യമായിരിക്കും. ഒരു ടാസ്ക്കാണ് വന്നത്. അപ്പം 3 ടീമുണ്ട്, 3 ടീമിന് 3 സ്ഥലങ്ങളുണ്ട്, അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് പല കളറിലായിട്ട്. അപ്പോൾ ഇത് ടവർ പോലെ അടുക്കണം. മറ്റേ റൗണ്ട് ഒരു സാധനം, മറ്റേ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനമുണ്ട്. ആ സാധനം ആദ്യം വലുത്, പിന്നെ അതിൻ്റെ ചെറുത്, ഏറ്റവും മുകളിൽ ചെറുത്. അപ്പം ഇതിൻ്റെ ഇടയിൽ ബസർ തീരുന്ന സമയത്ത് ഏറ്റവും വലുതായിട്ട് നിൽക്കുന്ന ആ ടീം ജയിക്കും. പക്ഷേ ബാക്കിയുള്ളത് അടുക്കി വയ്ക്കുമ്പോൾ അത് പോയി തട്ടിയിടുകയും ചെയ്യാം. അങ്ങനെ മൊത്തം അടിയായിരുന്നു. ജിൻറ്റോയ ആര് ഈ അർജുനെടുത്ത് എറിയുന്നതാണോ അല്ലെങ്കിൽ എല്ലാവരും ആണോ പെണ്ണോ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലും വീഴലും ഇല്ല. അങ്ങനെ ലാസ്റ്റ് 10 ആര് നമ്മളെ ജിൻറ്റോ ടീം തന്നെ ജയിച്ച്. ജിൻറ്റോ ഈ ഇതൊക്കെ ടാസ്ക് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് പവർഫുൾ ആക്റ്റീവായിട്ട് ഹാർഡ് വർക്കായിട്ടാണ് ചെയ്യുന്നത്. അക്കാര്യത്തിൽ ജിൻറ്റോ ഓക്കെയാണ്. ടാസ്ക് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പരിക്ക് പറ്റി പല റൂമിലായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ജിൻറ്റോ അടുത്ത് ഗബ്രി പറഞ്ഞു നിങ്ങൾ ഫിസിക്കൽ ആവണം, പക്ഷേ ഫിസിക്കൽ ഇത്ര ആവരുത്, ഫിസിക്കൽ ഓക്കെയാണ്. ഞാൻ എന്നെ ഉപദ്രവിച്ചിരുന്നു, ഞാൻ ഇതാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു ജിൻറ്റോ. പിന്നെ ഈ സായിയുടെ മറ്റേ ടീം അപ്സരെ തള്ളിയിട്ടിട്ടുണ്ടായിരുന്നു, അഭിലാഷ് അഭിഷേക്. അങ്ങനെ അപ്സരയുടെ കാലൊക്കെ ഒത്തിരി നീരായെന്ന് തോന്നുന്നു. അങ്ങനെ അപ്സരയുടെ അടുത്തൊന്നും എല്ലാവരും ഇപ്പം സോറിയൊക്കെ പറയുന്ന ആ ഒരു ഇതാണ്. എനിക്ക് ജാസ്മിൻ്റെ റൂമിൽ പോയി അവിടെ നിൽക്കണം. റൂമിൻ്റെ അകത്ത് കയറിയിട്ട് അടുത്ത് പോവാതെ റൂമിൻ്റെ അകത്ത് ദൂരിട്ട് തന്നെയാണ്. അപ്പം ബിഗ് ബോസ് പറഞ്ഞു ജാസ്മിൻ താങ്കൾക്ക് അസുഖമാണ്, മറ്റുള്ളവരുമായിട്ട് സംഗമിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇവ ഇറങ്ങിപ്പോയിട്ട് ക്യാപ്റ്റൻ വന്ന് പറഞ്ഞ് നിന്നെ ഞാൻ ഇതാക്കിയോളാന്ന്. അപ്പോൾ ഗബ്രി കണ്ട ഈ ഒരു ലൈനിലാണ് എല്ലാവർക്കും ആവശ്യം എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ പ്ലെയിങ് കിസ് കൊടുക്കുന്നു, നീ അതെടുത്ത് കൂടി ഞാൻ നിനക്ക് പനി എല്ലാവർക്കും പഴക്കനും നീ ആണ് കൊടുത്തെന്ന് പറയും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു നിനക്കേ പറയുള്ളൂ, അത് എനിക്കിനി വരത്തില്ല, എനിക്ക് വന്നു പോയതാണ്, നീ അതെടുത്ത് കൂടി, അത് ഇപ്പോൾ കുറച്ച് കുടിച്ചോണ്ടാണ് നിനക്ക് കുറച്ചെങ്കിലും ഉന്മേഷമുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഗബ്രി ഇങ്ങനെ പറയണം. എന്നിട്ട് പ്ലെയിങ് കിസ് കൊടുക്കുന്നു, നീ അപ്പം തുറന്നാ എനിക്ക് വേണ്ടി നീ എൻ്റെ ഹൃദയം തുറന്നാന്ന് പറഞ്ഞിട്ട്
അതും ഇതിൻ്റെ ഇടയിൽ ചോദിക്കണം, ഇവൻ ഇത്തിരി ഇതാണ്, അവൾ ഇത്തിരി ഇതാക്കണം. എന്നിട്ട് പറഞ്ഞിട്ട് ജാസ്മിൻ പോവല്ലേ ബോറടിക്കുന്നു പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. ഇവൻ പോവല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവൻ അടുത്ത് വേറൊരു ടാസ്ക് വന്നു. അതായത് മറ്റേ അന്താക്ഷരി ആ ഒരു സാധനം അവരെല്ലാവരും പാടണം. മറ്റേ ബിഗ് ബോസ് തന്നെ ഒരു അക്ഷരം കൊടുക്കും. ആ അക്ഷരം വെച്ച് സിനിമ പാട്ടല്ല, അല്ലാത്ത പാട്ട് ഇങ്ങനെ പാടണമെന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക്കാണ് വന്നത്. രസകരമായിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു. ഇതിൽ പാട്ട് സിനിമ പാട്ട് പഠിക്കണം, പക്ഷെ പാട്ട് നമുക്ക് ഉണ്ടാക്കി പാടാം. 4 ടീമുണ്ട്, പവർ ടീമും ഉണ്ട്, ബാക്കിയുള്ള 3 ടീമുകളും ഉണ്ട്. അപ്പം രസകരമായിട്ട് എല്ലാവരും ഉണ്ടാക്കിയൊക്കെ പാടി, ഇല്ലാത്ത പാട്ട് ഇല്ലാത്ത വരിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പാടി. അതെന്തായാലും നന്നായിരുന്നു. ആ ടാസ്ക് കഴിഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞ് മനോഹരമായിരുന്നു, ഇതിൽ മത്സരം ജയിച്ചതായിട്ട് ആരുമില്ല, എല്ലാവരും വിജയികളാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ ഇരിക്കൂ. എന്നിട്ട് ക്യാപ്റ്റൻ മാത്രം പോയി സ്റ്റോർ റൂമിൽ നിന്ന് ഒരു സ്നേഹ സമ്മാനം അല്ലെങ്കിൽ വിജയ സമ്മാനം പോയി എടുത്തിട്ട് മധുരം പങ്കിട്ട് കഴിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് പോയി. ബിഗ് ബോസ് ഈ സീസണിൽ വന്നിട്ട് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ലാസ്റ്റ് ടാസ്കിൽ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു, നന്ദി, ഓക്കെ, ബൈ. പിന്നെ രാവിലെ പാട്ട് മത്സരത്തിൽ കാണാമെന്ന് പറഞ്ഞ് ബിഗ് ബോസും പോയി. അപ്പം ഈ 47ാമത്തെ ദിവസത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്.